അധികം പരിശുദ്ധരുന്ന തിരുമാധ്യവമേ സ്വർഗീയ പിതാവെ, അനുഗ്രഹീതമായിട്ടുള്ള ഈ നല്ല സന്ധ്യാസമയത്തിന് കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ കൃപ മതി, നിന്റെ കൃപ മതി എന്ന് കർത്താവെ, ഏത് പ്രതികൂല സാഹചര്യത്തിലും ഏത് മാറയുടെ മുമ്പിലും കർത്താവെ നീ ഞങ്ങളെ കരുതുന്ന ദൈവമാണ്. ഈ മരുഭൂ യാത്രയിൽ മാറയുണ്ട് എങ്കിലും കർത്താവ് നീ മാറയുന്നാഥരാണ്. വാഗ്ദത്ത ദേശത്തെത്തിക്കാമെന്ന് വാഗ്ദത്തം കൊടുത്തവൻ യോശുവയും കാലേബിനെയും കർത്താവെ നീ നടത്തി. ആനാക്യം മല്ലന്മാരുടെ മുമ്പിൽ തന്നെ കർത്താവ് കുഞ്ഞുങ്ങളുമായിട്ട് യോർദാൻ കടന്ന് വാഗ്ദത്ത ദേശത്തെത്തിച്ച നിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. നിന്റെ പ്രായശ്ചിത്തം ഹേതുവായി ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെയും കർത്താവ് വിശദീകരിച്ചാട്ടെ. നിന്റെ നീതി നിമിത്തം കർത്താവ് ഞങ്ങൾ നേരെയുള്ള പാതി നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തിരുവഴുത്തിൽ ധ്യാനിപ്പാൻ കൃപ നൽകിയാട്ടെ. പരിശുദ്ധാത്മാ ദൈവം പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്താട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ഹൃദയങ്ങളെ, ചെവികളെ, അവരുപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ നിന്റെ പ്രായശ്ചിത്ത രക്തം ഹേതുവായിട്ട് സാങ്ക്ടിഫൈ ചെയ്യുകയാണ്. ശബ്ദം കടന്നുന്ന ഓരോ പരിസരങ്ങളിൽ വ്യാപരിക്കുന്ന അധർമ്മത്തിൻ്റെ വ്യാപാരം, സത്യസുവിശേഷത്തിനെതിരായ വ്യക്തികളിൽ, സഭകളിൽ വ്യാപരിക്കുന്ന സകല അധർമ്മത്തിൻ്റെ വ്യാപാരങ്ങളെയും, ദേശങ്ങളിൽ വ്യാപരിക്കുന്ന അധർമ്മത്തിൻ്റെ വ്യാപാരത്തെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ പുത്രത്തിൻ്റെ അധികാരത്തോടു കൂടെ ഞാൻ അഫലമാക്കുന്നു. മഹത്വം ക്രൂശിനെ കയറ്റുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. സ്തോത്രം. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഇത് ഡേ 21 ആണ്, 21ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ്. നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നത് ക്രിസ്തുവിൻ്റെ നീതി വിശ്വാസിക്ക് എങ്ങനെ കണക്കിടുന്നുള്ളതാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തുടങ്ങി 8-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യം വരെയും ഇതാണ് കൂടുതൽ ഊന്നി നമുക്ക് ചിന്തിക്കാനുള്ളത്. സ്തോത്രം. കാരണം ഈ ഒരു വിഷയത്തിൽ അനേക വിശ്വാസികൾക്ക് ഇന്നും പൂർണ്ണമായി വെളിച്ചം ലഭിച്ചിട്ടില്ല, പ്രകാശം ലഭിച്ചിട്ടില്ല. കർത്താവ് വിശ്വസിക്കുന്നത് കൊണ്ട് അമ്മേ നീതി സൗജന്യമായിട്ടാണ് കണക്കിടുന്നത്. പക്ഷേ അത് എങ്ങനെയാണ് നമുക്ക് പകരപ്പെടുന്നത്, എങ്ങനെയാണ് കണക്കിടുന്നത്? മിക്കവരും ആൾക്കാർ അതിനകത്ത് ബ്ലൈൻഡഡ് ആണ്. ഇതൊന്ന് തുറന്ന് അനുഭവിച്ച് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കൂടി ഒന്ന് അനുഭവിച്ചറിയാൻ തക്കമാണ് ഈ ക്ലാസ്സുകൾ. വളരെ വളരെ ഷോർട്ടായിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഷോർട്ട് മെസ്സേജുകളായിട്ട് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. ഇതിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളാണ് സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് പല തെറ്റായ ഉപദേശങ്ങളും പലയിടത്തു നിന്ന് കയറിയിട്ട് ബുദ്ധിമണ്ഡത്തിലിരിക്കുന്നത് കൊണ്ട് അതിനേക്ക് ഒന്ന് ഉടച്ചു കളഞ്ഞാൽ മാത്രമേ സത്യം ശരിയായിട്ട് വിതയ്ക്കാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ നീതി അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അങ്ങ് സൗജന്യമായിട്ട് സ്വർഗത്തെ പോകാമെന്നൊരു മിഥ്യാധാരണ. കാര്യം ശരിയാണ്, പറയുന്ന വാക്കുകൾ ശരിയാണ്. പക്ഷേ നമ്മുടേതായിട്ടുള്ള ഡ്യൂട്ടി ഒന്നുമില്ലാതെ തന്നെ അങ്ങ് സ്വർഗത്തിലേക്ക് എടുക്കാമെന്നുള്ള ചിന്താഗതിയാണ് പലരുടേതും. പക്ഷേ നാം ദൈവരാജ്യത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പഠിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ നീതി എന്താണ്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആധികാരികത എന്താണ്, ദൈവം ഒരു മോറൽ ഏജൻ്റ് ആയിരിക്കുന്ന പോലെ അവൻ്റെ സ്വേച്ഛാധികാരത്തിലല്ല കാര്യങ്ങൾ നടക്കുന്നത്. താനും ആ ലോയ്ക്ക് വിധേയപ്പെട്ടിരിക്കുന്നതായതുകൊണ്ട് ദൈവ നിയമത്തിന് അതീതമായിട്ട് ഒരു സൃഷ്ടിയോട് കരുണ കാണിക്കാൻ ദൈവത്തിന് സാധ്യമല്ല. ഇവ കാര്യങ്ങൾ നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോഴാണ് ദൈവരാജ്യത്തിൽ വസിക്കത്തക്കവണ്ണം നമ്മൾ യോഗ്യരായിത്തീരുന്നത്. നമ്മളെല്ലാവരും കർത്താവിൻ്റെ വിളി കേട്ടു, ഒരു വിധത്തിൽ മറ്റൊരു വിധത്തിൽ കൂടി വിളി കേട്ടു. നമ്മളായിരുന്ന അവസ്ഥകൾ, പാപത്തിൻ്റെ അവസ്ഥകൾ, അതിൻ്റെ ചങ്ങലയെല്ലാം വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് കളഞ്ഞു. നമുക്ക് ലഭിച്ച വെളിച്ചത്തിന് വെച്ച് ഓരോരോ സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് വന്നവർ തന്നെയാണ്. എന്നാൽ ദൈവരാജ്യത്തിൽ വസിക്കുവാൻ ആവശ്യമായിട്ടുള്ള ആഴമേറിയ ഘടകങ്ങളാണ് ഇന്ന് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പല ക്ലാസ്സുകളും ഞാൻ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ വളരെയധികം സമയങ്ങളെടുക്കും. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച ഒരു കാര്യം, നമ്മൾ ഇന്നലെ ഫ്രൈഡേ നമ്മൾ ചിന്തിച്ച വിഷയം സ്തോത്രം വിളിയെക്കുറിച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ചു. വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു. ഈ പാതയിൽ നമ്മൾ ക്രിസ്തുവിനോട് അനുരൂപരായി തീരുന്നതുകൊണ്ട് ആവശ്യമായ എല്ലാ കാര്യങ്ങളും തന്നെ സൗജന്യമാണ്, ദൈവം നമുക്ക് തരുന്നതാണ്. പക്ഷേ നമുക്കതിനകത്തൊരു ഡ്യൂട്ടിയുണ്ട്. വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയത്തോട് സ്ഥിരതയോട് ഭക്തി, സഹോദരപ്രീതി, സ്നേഹം, ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് അത് വർദ്ധിക്കുന്നത്. വിശ്വാസത്തോട് വീര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ എനർജി. നാം വിശ്വസിക്കുന്ന വിശ്വാസം ശരിയായ വിശ്വാസമല്ലെങ്കിൽ പരീക്ഷ സമയത്ത്, നമ്മുടെ ടെസ്റ്റുകൾ നടക്കുന്ന സമയത്ത് നാം ഫെയിലാകും. കാരണം എന്താ, നമ്മളെ സൗജന്യമായിട്ട് തെറ്റായൊരു വിശ്വാസത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കാൻ സാധ്യമല്ല. ഞാൻ ചെറിയൊരു കാര്യം പറയാം, ചെറിയൊരു ഉദാഹരണം പറയുകയാണ്. ഇപ്പം നമ്മളൊരു ജോലിക്ക് വേണ്ടി ഒരു എംപ്ലോയിയെ വെച്ചു.
ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിലൊരു ജോലിക്കായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു പ്ലംബിങ്ങിൻ്റെ വർക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിക്കുക. വാട്ടർ ലൈനിൻ്റെ ബ്രേക്കായി നമുക്ക് പ്ലംബിങ് കാര്യം ശരിയാക്കി എടുക്കണം. വെള്ളം ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പരിചയമുള്ള ആൾക്കാർ, നമുക്ക് പലരും പറഞ്ഞാൽ അതൊരു പാവപ്പെട്ട മനുഷ്യനാണ്, അവനൊരു സഹായം ആയിക്കോട്ടെ നിങ്ങൾ വിളിച്ച് അവരൊരു പണി കൊടുക്കുന്ന പറഞ്ഞ് ഒരു സാധു മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചാൽ, പക്ഷെ നമ്മുടെ ആവശ്യം എന്താ? നമ്മുടെ ആവശ്യം ഈ പൈപ്പ് പൊട്ടിയിരിക്കുന്നത് ലീക്ക് നിർത്തണം. അപ്പോൾ പണി അറിയുന്ന ഒരാളെയാണ് നമുക്ക് ആവശ്യം. അവൻ സാധുവായതുകൊണ്ടോ നല്ലവനായതുകൊണ്ടോ ഓഫ് കോഴ്സ് അവൻ സഹായിക്കണം എന്നുള്ള കാര്യം, പക്ഷേ ഇപ്പോഴല്ല. ഫോർ എക്സാമ്പിൾ വീട്ടു ജോലിക്ക് നമ്മളൊരാളെ വിളിച്ചു, സ്തോത്രം, നമുക്കൊരാൾ ആവശ്യമുണ്ട്. വീട്ടു ജോലികൾ ചെയ്യാൻ അറിയുന്ന ഒരാളായിരിക്കണം. ഓവർ ക്വാളിഫൈഡ് ആയിട്ടും കാര്യമില്ല, അണ്ടർ ക്വാളിഫൈഡ് ആയിട്ടും കാര്യമില്ല. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതായത് നമ്മളൊരു പ്രവൃത്തിക്ക് വേണ്ടി ഒരാളെ അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ ആ പ്രവൃത്തിക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് നമുക്ക് ആവശ്യം. ഇതേപോലെയാണ് നമ്മൾ ദൈവരാജ്യത്തിലേക്ക് വിളിക്കുന്നത്. നമ്മുടെ ജോലിക്ക് വിളിക്കുമ്പോൾ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ള ആളെയാണ് വിളിക്കുന്നത്. എന്നാൽ ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ തന്നെ നമ്മുടെ ഫ്രീ വില്ലിനെ പാപത്തിന് അടിമപ്പെടുത്തി കൊടുത്ത് അത് അതിൻ്റെ മോഹം നമ്മുടെ ശരീരത്തെയും പ്രാണനെയും ആത്മാവിനെയും ഉപയോഗിച്ചുകൊണ്ട് നിവർത്തിച്ചു കൊണ്ടിരുന്നതിന് പകരമായിട്ട് അതേ ഫാക്കാലിറ്റീസിനെ തന്നെ, നമ്മുടെ അന്തരേന്ദ്രിയങ്ങളെ തന്നെ ദൈവത്തിന് അടിമകളായിട്ട്, നമ്മുടെ ഫ്രീ വില്ലിനെയും നമ്മുടെ സോളിലും ഉള്ള എല്ലാ ഘടകങ്ങളെയും, നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ, നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ ഇൻ്റലക്ച്വല്, അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ വില്ലിനെ ദൈവത്തിന് പൂർണ്ണമായിട്ടും സമർപ്പിക്കുകയാണെങ്കിൽ, അടിമകളായിട്ട് സമർപ്പിക്കുകയാണെങ്കിൽ, റോമാലേഖനം 6-ാം വാക്യമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ചാൽ പാപത്തിൻ്റെ ദാസത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായിട്ട് വരാം. ഇത് നടന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള യാത്ര സക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ദൈവരാജ്യത്തിൽ വസിക്കുവാൻ ആണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഒരു സഭയിൽ നിന്ന് ഒരു സഭയിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കൂട്ടായ്മയിലേക്കോ അല്ല നമ്മൾ വിളിച്ചിരിക്കുന്നത്, ദൈവരാജ്യത്തിലേക്ക്. അപ്പോൾ ദൈവരാജ്യത്തിൽ വസിക്കണമെങ്കിൽ ഫ്രീ ഓഫറാണ്. ക്രിസ്തുവിൻ്റെ നീതി വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായിട്ട് തരാം. റോമാലേഖനം 3-ാം 24 തുടങ്ങി 26 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിച്ച് പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണത്. ഫ്രീ ഓഫർ. പക്ഷേ ആ വിശ്വസിക്കേണ്ട രീതി ഇവിടെയാണ് സേറ്റാൻ അവൻ പല വിധത്തിലും 100 കണക്കിന് അല്ല 1000 വ്യാജമായ ഉപദേശങ്ങൾ കൊണ്ടുപോയിട്ട് മനുഷ്യനെ ആകെ അങ്ങ് കുഴഞ്ഞ ചേറ്റിലേക്ക് എടുത്തിട്ടിരിക്കുക. ഇതിൻ്റെ ഇടയിൽ വേണം നമുക്ക് ശരിയായ കാര്യം മനസ്സിലാക്കി വരാൻ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ എനർജി നിങ്ങൾ പ്രൊഡ്യൂസ് ആകുന്നില്ലെങ്കിൽ അത് മനസ്സിലാകുന്ന എപ്പോഴാണ്? ടെംപ്ടേഷൻസോ ടെസ്റ്റുകളോ വരുമ്പോൾ. ആ സമയത്ത് നിങ്ങൾ മറ്റു പലതിലാണ് ആശ്രയിക്കുക. ക്രിസ്തുവിൽ മാത്രം ഉയർത്തെഴുന്നേറ്റ് പറഞ്ഞ ക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ച് അവൻ്റെ പുനരുദ്ധാന ശക്തിയാൽ നാം ജയം പ്രാപിക്കുന്നുവെങ്കിൽ നാം ജയിച്ചവരുടെ കൂട്ടത്തിലാണ്. നമ്മുടെ വിശ്വാസം ശരിയാണ്, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം തെറ്റാണ്. അവിടെ നമുക്ക് വിശ്വാസത്തെ റിവൈവ് ചെയ്യേണ്ട ആവശ്യതയുണ്ട്. അതിനാണ് ഈ ക്ലാസ്സുകൾ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ഒരു നല്ല ശതമാനം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരല്ല ഞാൻ പറഞ്ഞത്, കേട്ടിട്ടും യൂട്യൂബിലൊക്കെ കേട്ടിട്ടും പലരും സ്കിഡ് ചെയ്ത് പോയി. ഇതൊക്കെ വേണ്ടാത്ത കാര്യങ്ങളാണ്, കർത്താവിലങ്ങ് വിശ്വസിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ പിശാചുകളും വിശ്വസിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ വാട്ട് ഡിഫറൻഷിയേറ്റ് യു ഫ്രം ദ ഡെവിൾസ്? അപ്പം നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ക്രിസ്തുവിൻ്റെ നീതി വിശ്വാസിക്ക് എങ്ങനെയാണ് കണക്കിടുന്നത്? ഓരോരോ ക്ലാസ്സുകളിൽ നമ്മൾ ഓരോ പോയിന്റ്സ് മാത്രമേ എടുക്കുള്ളൂ. ഇന്ന് നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ചിന്തിക്കാനുള്ളത്. റോമാലേഖനം 8-ാം 29 തുടങ്ങി 31 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ആദ്യം മലയാളത്തിൽ വായിക്കുന്നത്. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തിനോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്വീകരിച്ചും ഇരിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ. ഞാനത് ഇംഗ്ലീഷിലും കൂടെ വായിക്കുന്നു. ഫോർ ഹൂം ഹി ഫോർന്യൂ ഹി ഓൾസോ പ്രീഡെസ്റ്റൈൻഡ് to be conformed to the image of his son, that he might be the firstborn among many brethren. Moreover, whom he predestined,
These he also called, whom he called, these he also justified, and whom he justified, these he also glorified. ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാൻ പോവാണ്. ആദ്യം കാര്യം തന്നെ മുൻ അറിഞ്ഞവരെ. ഇതിലെ തെറ്റായ വലിയൊരു ഉപദേശങ്ങൾ ഇവൻ വിശ്വാസ ഗോളത്തിൽ വലിയ പരിജ്ഞാനമുണ്ടെന്ന് പറയുന്ന പാസ്റ്റർമാരുടെ ഉള്ളിൽ തന്നെ തെറ്റായി കിടക്കുന്ന ഒരു കാര്യമാണ്. ചില വ്യക്തികളെ മാത്രമേ അവൻ അറിയാം. ചില ആൾക്കാരെ സ്വർഗത്തിലേക്ക് വേണ്ടി ചില ആൾക്കാരെ സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുത്തിട്ടില്ല. മുന്നറിഞ്ഞവരെ മാത്രമേ വിളിക്കുന്നുള്ളൂ. ഞാൻ ഒരിക്കൽ ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് നിന്ന് ചാലക്കുടിക്ക് വരുന്ന സമയത്ത് ഒരു പാസ്റ്ററുമായിട്ട് പരിചയപ്പെട്ടു. വളരെ പ്രസിദ്ധനായ ഒരു ദേവദാസനോട് കൂടെ വർഷങ്ങളോളം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു പാസ്റ്ററാണ്. ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു കൊല്ലം തുടങ്ങി ഈ ഒരു സബ്ജക്റ്റിലേക്ക് കടന്നു വന്നു. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ അനേക ബ്രദേഴ്സ് ഉണ്ട്, പക്ഷെ അദ്ദേഹം മാത്രമേ വിശ്വാസത്തിൽ വന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് കൂടെ പറയുകയാണ്, എന്നെ മുന്നറിഞ്ഞതാ, മറ്റുള്ളവരും ആരും മുന്നറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്നെ വിളിച്ചു, എന്നെ നീതീകരിച്ചു, എന്നെ തേജസ്വീകരിച്ചിരിക്കുന്നു, ഞാൻ മാത്രം സ്വർഗത്തിൽ പോകും. കൊല്ലം തുടങ്ങി ആലുവ വരെയും ഞാൻ ഈ പല പല വാക്യങ്ങളെടുത്തും അദ്ദേഹത്തോട് നിങ്ങളുടെ ഈ ഉപദേശം തെറ്റാണ്, അതല്ല, മുന്നറിഞ്ഞവരാരാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കും. ഞാൻ പല വാക്യങ്ങളെടുത്തു, പക്ഷേ അദ്ദേഹം ഒരു വലയ്ക്കും കീഴടങ്ങുന്നുണ്ടായിരുന്നു. ആലുവ വരെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി വേണ്ട, ഇനി നിർത്തിയിട്ട് കാര്യമുള്ളൂ, സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ചിന്തിക്കണം. കാരണം ഇത്തരം ഉപദേശം ക്രിസ്തീയ ഗോളത്തിൽ, പെന്തിക്കോസ്ത് ഗോളത്തിൽ തന്നെ ഉള്ളത് കൊണ്ട് ഇതിനൊന്ന് ഇറാഡിക്കേറ്റ് ചെയ്യണം. മുന്നറിഞ്ഞവരെ, അപ്പോൾ ഒരു പ്രത്യേക കാറ്റഗറിയെ മാത്രമേ ദൈവം മുന്നറിഞ്ഞുകൊണ്ട് വിളിക്കുന്നുള്ളെങ്കിൽ ഇപ്പോൾ നരകത്തിൽ കിടക്കുന്നവരെന്താ പറയുക? എന്നെ ദൈവം പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു, ഇതെൻ്റെ മിസ്റ്റേക്ക്, ഞാൻ നരകത്തിൽ വന്നിരിക്കുന്ന എൻ്റെ മിസ്റ്റേക്ക് അല്ല, എന്നെ ദൈവം പ്രീ ഡിസ്റ്റൈൻ ചെയ്തിരിക്കുന്നത് നരകത്തിലേക്കാണ്. കുറെ ആൾക്കാരെ മാത്രമേ ദൈവം സ്വർഗത്തിലേക്ക് പ്രീ ഡിസ്റ്റൈൻ ചെയ്തിട്ടുള്ളൂ, മുൻ നിയമിച്ചിട്ടുള്ളൂ. അപ്പൊ പ്രീ ഡെസ്റ്റിനേഷൻ ഫോർ നോട്ട് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്യാം? സുവിശേഷത്തിൽ തന്നെ കൂടെ നമുക്ക് വചനങ്ങൾ തന്നെ അനേക വാക്യങ്ങൾ കോട്ട് ചെയ്യാം. മാർക്കോസ് എഴുതിയ സുവിശേഷം, മാർക്ക് 16-ാം അധ്യായം ഏറ്റവും ലാസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് 16-ന്റെ 15-ാം വാക്യം. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുകയും. അപ്പോൾ സുവിശേഷകന്മാര് 5 വിധ ശുശ്രൂഷകളിൽ അപ്പസ്തോലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഉപദേഷ്ടാവ്, ഇടയൻ, ഇങ്ങനെ 5 വിധ ശുശ്രൂഷകളിൽ സുവിശേഷകന് ആരോടെല്ലാം സുവിശേഷം പറയണം? ദൈവം മുൻ നിയമിച്ചവരെ മാത്രമേ വിളിക്കുന്നുള്ളെങ്കിൽ ആരോടൊക്കെ സുവിശേഷം പറയണമെന്ന് ദൈവം തന്നെ സുവിശേഷകന് നേരത്തെ ഒരു ആലോചന കൊടുക്കേണ്ടി വരും. പക്ഷെ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കാനാണ്. ഇനി പ്രധാനപ്പെട്ട കർത്താവ് പറഞ്ഞ വാക്യങ്ങൾ തന്നെ എടുക്കുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-16 വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. മോശ മരുഭൂമി സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവരിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, മുൻ നിയമിച്ചവരെന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, ഏവനും. So salvation is to everyone. വിശ്വസിക്കുന്ന ഏവനും ഫ്രീ ഗിഫ്റ്റ് ആണ്. അപ്പോൾ മുന്നറിഞ്ഞവരെ, മുൻ നിയമിച്ചവരെ ഒരു കൂട്ടരെ മാത്രമല്ല ദൈവം വിളിക്കുന്നത്. ഈ മുൻ നിയമനം എന്ന് പറഞ്ഞ ആദാമിന്റെ സന്തതികളായ എല്ലാവർക്കും തന്നെയുള്ളത്. ദൈവം ഇതിന് ക്യാൻസർ കിട്ടുന്ന നേരെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോയാൽ മതി. ദൈവത്തിന്റെ എറ്റേണൽ പ്ലാൻ, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള എറ്റേണൽ പ്ലാൻ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. തന്റെ നാം നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യപ്രകാരം ഒരു മനുഷ്യനെ സൃഷ്ടിക്കുക. അവൻ ആകാശത്തിലെ പർവ്വജാതിന്മേലും സമുദ്രത്തിൽ മത്സ്യത്തിന്മേലും ഭൂജലത്തിലും സകല ജരാചരത്തിന്മേലും വാഴട്ടെ. അങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അവിടെ തന്നെ എറ്റേണൽ പ്ലാൻ പറയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ഈ മുൻ പ്രീ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ മുൻ അറിഞ്ഞവര് ഫോർ നോട്ട്, ഈ ഒരു കാര്യം വചനപ്രകാരം തന്നെ ഇറ്റ് ഈസ് ഫോർ ഓൾ.
ആദാമിന്റെ സന്തതികളായി വന്ന് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരോടും തന്നെ സുവിശേഷം അറിയിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വസിക്കുന്നവനും സ്നാനപ്പെടുന്നവനും രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ നിത്യശിക്ഷാവിധി അകപ്പെടും. ഇനി ദൈവത്തിന്റെ ഏറ്റവും ഫോർ നോളേജിൽ ഒരു അമ്മയുടെ ഉദരത്തൊരു ശിശു ഉരുവാകുന്ന സമയം തുടങ്ങി അവന്റെ ഓരോ മൂവ്മെന്റ്സും ദൈവത്തിന് നേരത്തെ അറിയാമെന്ന് പറഞ്ഞാൽ അവന്റെ ഓരോ കാര്യങ്ങളും അവന് എത്രമാത്രം കൃപ കൊടുത്താലും അവന്റെ ചൈൽഡ്ഹുഡ് തുടങ്ങി ഇവൻ അമ്മയുടെ ഉദരത്ത് ഉരുവാകുന്ന സമയം തുടങ്ങിയുള്ള അവന്റെ നോളേജില് ഇവൻ എത്രമാത്രം ഇവന് കൃപ കൊടുത്താലും എത്രമാത്രം ഇവനോട് കൃപ കാണിച്ചാലും ഇവൻ ഗുണപ്പെട്ടു വരികയില്ലെന്ന് ഇവന്റെ സ്വഭാവങ്ങളിൽ കൂടെ ഇവന്റെ പ്രവൃത്തിയിൽ കൂടെ അറിയാം. നമുക്ക് ചുറ്റുപാടുള്ള പല മനുഷ്യരെയും നമുക്കറിയാം. പ്രത്യേകിച്ചും സുവിശേഷ വേല ചെയ്യുന്നവർക്ക് വളരെ വ്യക്തമായി അറിയാം. കാരണം അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഫറോയും മോശമായിട്ടുള്ള സംഭാഷണത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. ഫറോയുടെ മുമ്പിൽ നിൽക്കുന്ന മോശ എന്ന് പറഞ്ഞാൽ ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്നിട്ട് അവിടെ നിന്ന് ഓടിപ്പോയവനാ. മിസ്രൈം ഫറവോന്റെ നിയമം അനുസരിച്ചുകൊണ്ട് മോശയെ കൊന്നുകളയണം. ആ മോശയാണ് ഫറവോന്റെ മുമ്പിൽ നിന്ന് വന്ന് പറയുന്നത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഞങ്ങൾക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ 3 ദിവസത്തെ വഴി പോയി അവനെ ആരാധിക്കേണ്ടത് ജനത്തെ വിട്ടേക്കും. മോശ കൽപ്പന കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നിന്നെ ഇത്ര നാൾ നോക്കിക്കൊണ്ടിരിക്കാതെ ആരവിടെ പിടിച്ചവനെ ജയിലിടാൻ പറയുന്നതിന് പകരം ഫറവോ മനസ്സിലാക്കിയത് മോശയാണ്. പക്ഷെ മോശയിൽ കൂടെ സംസാരിച്ചതാരാ? അത്യുന്നതനായ ദൈവമാണ്. ഫറവോയുടെ മറുപടി എന്തായിരുന്നു? ഞാൻ ഈ ദൈവത്തെ യഹോവയെ ഞാൻ അറിയുന്നില്ല, ഞാൻ വിട്ടയക്കില്ല. എന്താ? മോശയിൽ കൂടെ അരുളിച്ച ദൈവത്തിന്റെ വചനത്തോട് അവൻ വിഘടിച്ചപ്പോൾ അവന്റെ മനസാക്ഷി കഠിനപ്പെടാൻ തുടങ്ങി. അവിടെ തുടങ്ങിയാണ് ഫറോ. ദൈവം അവന്റെ മനസാക്ഷി കഠിനപ്പെടുത്തില്ല, അവന് അവസരമുണ്ടായി, അവനാണ് കഠിനപ്പെടുത്തിക്കൊണ്ടിരുന്നത്. നമ്മൾ ചില വാക്യങ്ങളൊക്കെ ദൈവത്തിന്റെ നീതിക്ക്, ദൈവത്തിന്റെ ആ മോറലിന്, അല്ലെങ്കിൽ ദൈവം ഒരു ഫ്രീ മോറൽ ഏജന്റ് ആണ് എന്ന രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ ചില കാര്യങ്ങൾക്ക് നമുക്കൊരു ശരിയായ ആൻസർ കിട്ടുകയുള്ളൂ. ദൈവം സെൽഫ് ഇല്ലാത്തവനാണ്. ഇത് വളരെ മനസ്സിലാക്കണം. ദൈവത്തില് ഒട്ടും തന്നെ സെൽഫ് ഇല്ല. അപ്പൊ കുറെ ആൾക്കാരെ മാത്രം സ്വർഗത്തിലേക്കും കുറെ ആൾക്കാരെ നരകത്തിലേക്കുമായിട്ട് പ്രീ ഡിസ്റ്റൈൻ ചെയ്യുകയാണെങ്കിൽ ദൈവം നരകത്തിൽ കൊടുക്കുന്നത് പറയും ദൈവം അനീതിയുള്ളവനാണെന്ന്. ഇത് വളരെ ശക്തമായിട്ട് മനസ്സിലാക്കിയാലേ, കാരണം ശത്രു ഈ വിഷയത്തിൽ നമുക്ക് നല്ല ടെംപ്ടേഷൻസ് വരുമ്പോൾ, ചില ഫെയിലിയറിന്റെ അടുത്ത് വരുമ്പോൾ അനേകർ ഫെയിൽ ആവുന്നുണ്ട്. ശത്രു വാദിക്കും നിന്നെ വിളിച്ചിട്ടില്ല, നിനക്ക് കൃപ ലഭിക്കുന്നില്ല, അതുകൊണ്ടാണ് നിന്നെ പാപ സ്വഭാവങ്ങൾ പോരാടുന്നത്, നിന്റെ ബുദ്ധിമണ്ഡലത്തിൽ പാപചിന്തകൾ വീണ്ടും വീണ്ടും വരുന്നത് അതുകൊണ്ടാണ്, നിനക്ക് സാൽവേഷൻ കിട്ടിയിട്ടില്ല, നിന്റെ രക്ഷ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല, നീ വിശുദ്ധനല്ല, വിശുദ്ധിയല്ല. ഇവിടെയൊക്കെ പറയുമ്പോഴാണ് ഫസ്റ്റ് കൊറിന്ത്യൻസ് ചാപ്റ്റർ 1:31 നമ്മൾ പറയുന്നത്, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് നീതിയും ജ്ഞാനവും വിശദീകരണവും തേജസ്സും രക്ഷയും അങ്ങനെ പറഞ്ഞ എല്ലാം ആരും തന്നെ ക്രൈസ്റ്റ് ഹിംസെൽഫ് പേഴ്സണലി. അപ്പൊ വിശ്വസിക്കുന്നവർക്ക് ക്രിസ്തുവിന്റെ നീതി സൗജന്യമായിട്ടാണ് കണക്കിടുന്നത്, നമ്മുടെ നീതിയല്ല കണക്കിടുന്നത്. വിശ്വസിക്കുന്നവർക്ക് നാം പഠിച്ചു വരുന്ന എന്താണ്? ക്രിസ്തുവിന്റെ നീതി നമുക്ക് എങ്ങനെ കണക്കിടുന്നു. ക്രൂശിൽ അവനെ നിർത്തിയിരിക്കുകയാണ് പരസ്യമായിട്ട്. അതായത് അവന്റെ പരമയാഗം എസ്റ്റാബ്ലിഷ് ചെയ്ത് അവനെ മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് മഹിമയുടെ വലതുഭാഗത്ത് സെയിം ഈക്വൽ സിംഹാസനത്തിൽ ഇരുത്തിക്കൊണ്ട് മനുഷ്യയുടെ ഓഫർ പറയുകയാണ്, മനുഷ്യ, ദൈവനീതി നിന്റെ മേൽ വിധിച്ചിരുന്ന നിത്യമായ മരണം എന്ന ശിക്ഷയ്ക്ക് പകരക്കാരനായി ഇതാ നിന്റെ സൃഷ്ടിതാവായ ദൈവം തന്നെ, നിയമദാതാവായ ദൈവം തന്നെ നിനക്ക് പകരമായി നിന്നെ പോലെയുള്ള ശരീരം പ്രാണൻ ആത്മാവുള്ളവനായി വെളിപ്പെട്ടു വന്ന് നിന്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലുള്ള ശിക്ഷ തന്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ഏറ്റെടുത്ത് നിനക്ക് പകരമായി മരിച്ചു. ദൈവനീതിക്ക് പൂർണ്ണ തൃപ്തി വരുത്തി. നീ അവനെ കർത്താവായി സ്വീകരിച്ച് നിന്റെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച് അവനുമായിട്ട് ഒന്നായി ചേരുന്നുവെങ്കിൽ അവൻ അനുസരണക്കേട് കാണിക്കാതിരുന്നുകൊണ്ട് അവന്റെ മേൽ ശിക്ഷയില്ല. ഇത് മനസ്സിലാക്കണം. ആ നീതിയാണ് നമുക്ക് കിട്ടുന്നത്. ദൈവം അങ്ങനെ പാപം ക്ഷമിച്ചു കൊടുക്കുന്നവനല്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിനകത്ത് ഇമ്പ്യൂണിറ്റി, തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടുകയില്ല. മാനസാന്തരപ്പെട്ടാൽ മതിയല്ലോ, പാപം ഏറ്റു പറഞ്ഞാൽ മതിയല്ലോ എന്നുള്ള ചിന്താഗതി വരികയും വീണ്ടും 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 പാപം ചെയ്യും.
അപ്പൊ മാനസാന്തരം അംഗീകരിക്കുന്ന ഡ്യൂട്ടി മാനസാന്തരപ്പെടുന്ന വ്യക്തിയിലല്ല നിക്ഷിപ്തമായിരിക്കുന്നത്, അതിന് മോണിറ്റർ ചെയ്ത ദൈവത്തിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. കാരണം ഇവന്റെ മാനസാന്തരം ശരിയാണോ അല്ലയോ? അല്ലെങ്കിൽ ഓരോ തെറ്റ് ചെയ്യുമ്പോൾ മാനസാന്തരപ്പെട്ട പോലെ സഹോദര നീനോട് ക്ഷമിക്കുക. ഇത് ഞാൻ പല ക്ലാസ്സുകളിൽ പലയിടത്തുമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ദൈവരാജ്യത്തില് ഇംപ്യൂണിറ്റി, തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടുകയെന്നുള്ള മനോബോധം ദൈവം അനുവദിക്കുകയില്ല. അനുവദിച്ചാൽ ദൈവരാജ്യം എക്സിസ്റ്റ് ചെയ്യുകയില്ല. ഇന്ന് മാനവ തലമുറയിൽ നമ്മൾ ഇന്നത്തെ ഹ്യൂമൻ ഗവൺമെന്റുകളും അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന സഭകളും ഇതെല്ലാം കണ്ട് സംഭവിച്ചു പോയത് എന്താണ്? എന്തെല്ലാം തെറ്റ് ചെയ്താലും ശിക്ഷ വരുന്നില്ലല്ലോ. അത് ശിക്ഷ വന്നാൽ ചെറിയൊരു ബാലശിക്ഷ കെട്ടിയാൽ തന്നെ 2 ദിവസം 3 ദിവസം ചില നാൾ കഴിയുമ്പോൾ അത് മാറിപ്പോകുന്നല്ലോ. ദൈവം നിന്നെ ത്യജിച്ച് കളഞ്ഞതാണെന്ന് കണ്ടം ചെയ്ത് കറക്കൻ വെള്ളി എന്ന് പറഞ്ഞുകൊണ്ട്, ശുദ്ധീകരിക്കാൻ പറ്റാത്ത വണ്ണം കറക്കൻ വെള്ളി എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞതാണെന്ന് മനസ്സിലാക്കുന്നില്ല. ഞാൻ വളരെ ദയനീയമായിട്ട് ഈ ഒരു ശബ്ദം ഒരിക്കൽ ദൈവശബ്ദം കേട്ടിട്ടുള്ളതാണ്. ഒരിടത്ത് ചാലക്കുടിയിൽ തന്നെ ഏകദേശം 8-9 മാസത്തോളം ആഴ്ചയിലൊരിക്കൽ 2 മണിക്കൂറോളം ക്ലാസ് എടുത്ത്, അതും തൊണ്ട കയറിയിട്ട് കൈയടിച്ച് ആരാധിക്കുമ്പോൾ കയ്യിൽ നിന്നൊക്കെ ബ്ലഡ് വരുമായിരുന്നു. ഇത്ര നാളുകൾ ക്ലാസ് എടുത്തിട്ട് വചനത്തിൻ്റെ ആഴങ്ങളെല്ലാം വെളിപ്പെടുത്തി കൊടുത്തിട്ടും മുന്നോട്ട് വരാൻ ആ ചർച്ചിലെ പാസ്റ്ററിനും കുടുംബത്തിനൊത്തനും അല്പം പോലും താല്പര്യമില്ല. കാരണം അമേരിക്കൻ നല്ല ഫണ്ട് കിട്ടിക്കൊണ്ടിരുന്നായിരുന്നു. ദൈവം വളരെ ശക്തമായ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും അവരുടെ തെറ്റുകളെ അവർക്ക് നല്ല രീതിയിൽ കറക്ഷൻസ് കാണിച്ചു. അവസാന ദൈവം എന്നോട് പറഞ്ഞു, അത് വിട്ടുകളഞ്ഞത് കറക്കൻ വെള്ളിയാണ്, ശുദ്ധീകരിക്കാൻ പറ്റാത്ത വെള്ളി. ഇതിനെയാണ് ചിലതിന് പ്രീ ഡെസ്റ്റൈൻ ചെയ്തിരിക്കുന്നറിയാം. ദൈവം പ്രീ ഡെസ്റ്റൈൻ ചെയ്തതല്ല, അവർ തന്നെ അവരുടെ സോളിനെ ഹാർഡാക്കി ശുദ്ധീകരിക്കാൻ പറ്റാതെ വണ്ണമായി തീരുമ്പോൾ ദൈവം തള്ളിക്കളയും. അതെങ്ങനെയാണ്? അവരുടെ ഹൃദയം എവിടെ ഇരിക്കുന്നു ദൈവത്തിന് നല്ലവണ്ണം അറിയാം. അപ്പോൾ പ്രീ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഫോർ നോളേജ് എന്നൊക്കെ പറയുന്നത് മാനവജാതി എല്ലാവർക്കും ഉള്ളത്. സകല സൃഷ്ടിയോട് സുവിശേഷം അറിയിക്കുക. ഈ ഒറ്റ വാക്യം കൊണ്ട് തന്നെ വ്യാജമായ ഉപദേശങ്ങൾ നമുക്ക് ബ്രേക്ക് ചെയ്യാം. അനേക വാക്യങ്ങളുണ്ട്. സ്തോത്രം. അപ്പൊ അങ്ങനെയുള്ളവർ മാത്രമേ വിളിക്കുന്നുള്ളൂ. അത് തെറ്റാണ്. എല്ലാവർക്കും വിളിയുണ്ട്. വിളിക്കുന്ന രീതിയിൽ പലതാ. നാം എങ്ങനെ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നു? നാം റെസ്പോണ്ട് ചെയ്യുന്നത് തെറ്റായ രീതിയിലാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മനസ്സാക്ഷിയെ കഠിനമാക്കുന്നത്. പല പ്രാവശ്യം ആമേൻ കൃഷി നല്ല ഫലം കായ്ക്കത്തക്കവണ്ണം വെള്ളം ഒഴിച്ചിട്ടും അത് മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അതിനെ വെട്ടിക്കളയ കാര്യമുള്ളൂ. നല്ല ഫലം കായ്ക്കാനാണ് കൃഷിക്കാരൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നല്ല കൃഷിക്കാരനായിരിക്കുന്ന ദൈവം തന്റെ പരിശുദ്ധാത്മാവിൽ തന്റെ ദാസന്മാരിൽ കൂടെ നിങ്ങളുടെ രക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള വചനങ്ങൾ പറയുമ്പോൾ പല ബുദ്ധിയുടെ പ്രമാണങ്ങളോ അല്ലെങ്കിൽ ദുഷ്ടന്റെ പ്രമാണങ്ങളോ പല രീതിയിലും അതിനോട് എതിർക്കുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടുത്തി പിന്നെ നിങ്ങൾക്ക് വചനത്തോട് അല്പം പോലും താല്പര്യമുണ്ടാവില്ല. ഇതൊക്കെ നിങ്ങളുടെ ബുദ്ധിയോട് തോന്നുന്നതാണ്. ഇതൊക്കെ അറിഞ്ഞിട്ട് പറയുന്നതാണ്. ജസ്റ്റ് ബ്രേക്ക് ദാറ്റ്. ലോർഡ് ഫോർഗീവ് മീ, നുറുങ്ങിയ ഹൃദയത്തോടുകൂടെ. അല്ലെങ്കിൽ ഫറവോനുണ്ടായ അനുഭവത്തിലേക്ക് പോകേണ്ടി വരും. ഭീതിപ്പെടുത്താൻ പറയല്ല. നമ്മുടെ മനസ്സാക്ഷി എന്ന് പറയുന്നത് വളരെ ലോലമായി സൂക്ഷിക്കേണ്ട കാര്യമാണ്. ലോർഡ്, ഒരു നുറുങ്ങിയ ഹൃദയത്തോടുകൂടെ. എന്നാൽ മാത്രമേ വിളി നമുക്ക് കേൾക്കാൻ പറ്റുകയുള്ളൂ. അപ്പം വിളിച്ചവരെ പിന്നീട് നമ്മൾ ഈ ക്ലാസ്സുകൾ കേട്ടാണ് വിളിച്ചവരെന്ത് ചെയ്യുന്നു? നീതീകരിക്കുന്നു. എങ്ങനെയാണ് നീതീകരിക്കുന്ന കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. സ്നാനപ്പെടുന്നതുകൊണ്ടല്ല നീതീകരിക്കുന്നത്, രക്ഷയായിട്ട് വരുന്നതുകൊണ്ടല്ല നീതീകരിക്കപ്പെടുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതായിട്ടുള്ള നമ്മുടെ സെൽഫിന്റെ നേച്ചറിനെ നാം ഉപേക്ഷിക്കുകയും അവിടെ ഉയർത്തുന്ന വെച്ചാൽ ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തിയെ റീപ്ലേസ് ചെയ്യുവാൻ നമുക്ക് ആഹ്വാനം തരുമ്പോൾ നാം അതിന് ഈൽഡ് ചെയ്യുകയാണെങ്കിൽ ഉയർത്തുന്നവരെ ക്രിസ്തു നമ്മളിൽ വെളിപ്പെടുകയും നാം ഓരോ പരിശോധനകളിലും ജയം പ്രാപിച്ച് അതാ പറഞ്ഞിരിക്കുന്നത് പുത്രനോട് അനുരൂപരാകുവാൻ, ടു ബി കൺഫോംഡ് ടു the image of his son. ഇത് നിസ്സാരമായൊരു സംഭവമല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന്
അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പൊ പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള പ്രവേശനമല്ല. പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനോട്, മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്ന ക്രിസ്തുവിനോട് അനുരൂപരായി തീരുക. To be conformed, identified with the image of his son. ഇത് നിസ്സാരമായ ഒരു സംഭവമാണോ? ഇതാണ് നമ്മുടെ പ്രീ ഡെസ്റ്റിനേഷൻ. ഇത് നടന്നാൽ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം, അല്ലെങ്കിൽ പുതിയ യെരൂശലേമിലേക്ക്. അല്ലാതെ പുതിയ യെരൂശലേമിന്റെ മോഹമോ സ്വർഗത്തിന്റെ മോഹമോ അവിടുത്തെ കണ്ണാടി തെരുവുകളോ അല്ലെങ്കിൽ ജീവജല നദികളോ അല്ലെങ്കിൽ ജീവവൃക്ഷഫലങ്ങളോ ഉള്ള പാട്ടുകളൊന്നും പാടിയോണ്ട് കാര്യമില്ല. എൻ്റെ അന്തരേന്ദ്രിയങ്ങള്, സ്തോത്രം, എൻ്റെ ഇന്റേണൽ ഫാക്കാലിറ്റീസ്, അതായത് എൻ്റെ പ്രാണനും ആത്മാവിനുള്ള ഘടകങ്ങള് പുത്രനോട്, ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനോട് അനുരൂപരായി തീരണം. അതിനാവശ്യമായിട്ട് നിങ്ങളുടെ ഭൗതികം ആത്മീയമായ എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾ സ്നേഹിച്ച് തന്നെ ജീവന് നൽകിയ സ്വർഗീയ പിതാവ് നിങ്ങൾക്ക് ദാനമായിട്ട് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മളെ കാര്യങ്ങൾ ചിന്തിച്ചു. അങ്ങനെയാണ് വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിജയം, ഇന്ദ്രിയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതി, സഹോദരപ്രീതിയോട് സ്നേഹം. ഇവയുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ ഇത് ഒരു സെക്കൻഡിൽ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. രക്ഷ പറഞ്ഞ് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ച ആരും തന്നെ പുത്രനോട് അനുരൂപരാകിത്തീരുന്നില്ല. ജസ്റ്റ് അതിനുള്ള മാർഗത്തിലേക്ക്, ഞെരുക്കമുള്ള പാതയിലേക്ക് പ്രവേശിക്കാൻ എൻ്റെ തയ്യാറെടുപ്പ്, എൻ്റെ സമ്മതം ഞാൻ അറിയിക്കുന്നതാണ്. പിന്നീടാണ് മരുഭൂമിയിൽ കൂടെയുള്ള യാത്ര. സ്തോത്രം. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, അവർ രാവും പകലും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി നടന്നു. അവർക്ക് മുമ്പായി നടന്ന യഹോവ അവരെ വിട്ടുമാറിയതുമില്ല. ശത്രു എപ്പോൾ ഫറവോൻ സൈന്യം വന്നപ്പോൾ അഗ്നിസ്തംഭം അവർ പുറകെ വന്നു. സ്തോത്രം. വിശ്വാസത്തിന്റെ വാഗ്ദത്തത്തിന്മേലുള്ള വിശ്വാസത്തിന്റെ ചെങ്കോല് നീട്ടിയപ്പോൾ അലർന്ന, സ്തോത്രം, ചെങ്കടല് വിഭാഗിക്കപ്പെട്ടു. 250 മീറ്റർ ആഴവും 16 മൈല് വീതിയുമുള്ളിടത്താണ് അവർ ക്രോസ് ചെയ്തത്. ഏകദേശം 32 ലക്ഷം ആൾക്കാർ ഒരൊറ്റ രാത്രി കൊണ്ട്. ഞാൻ എൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും പറയാൻ പോവല്ല. എന്താ പറയുക, ആ ചോരത്തളിയുടെ മഹത്വം അത് നിഴലായിരുന്നു. ഇന്ന് നമ്മുടെ പ്രാണിൽ തെളിക്കപ്പെട്ടിരിക്കുന്ന ചോര എന്ന് പറയുന്നത് ദൈവനീതിക്ക് പൂർണ്ണ തൃപ്തി വരുത്തിയ ക്രിസ്തുവിൻ്റെ രക്തമാണ് നിങ്ങളുടെ സോളിന്മേൽ തളിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഫറോയുടെ സൈന്യമായിട്ട് കൂടോത്രങ്ങൾ, മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങൾ, ഇതെല്ലാം ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇതൊന്നും നിങ്ങളെ തൊടുകയിലെന്നല്ല, ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് സമീപത്ത് വരും. അവിടെയാണ് ക്രിസ്തുവിൻ്റെ നീതി നിങ്ങളിൽ വെളിപ്പെടേണ്ടത്. നിങ്ങൾക്ക് ഭയം വരാം. മരണം മുഖാമുഖം വരുമ്പോൾ, അതിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഭയം വരാം. അവിടെയാണ് മുഴങ്കാൽ മടക്കി, ലോർഡ്, ഞാൻ നിന്നിൽ മാത്രം ആശ്രയിക്കുന്നു. മരണത്തെ ജയിച്ചവനായി നീ, മരണത്തിന്റെ പാതാളത്തിന് താക്കോലുള്ളവനായി നീ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കില്ല. നിന്റെ വാക്തത്വമാണ്. ഇങ്ങനെ വാക്തത്വത്തിന് ചെങ്കോലങ്ങ് നീട്ടുമ്പോൾ മരണമെന്ന ചെങ്കടലങ്ങ് പിളർന്നു മാറും. അപ്പൊ പാടാൻ സാധിക്കേ, മരണമേ നിന്റെ ചെയ്യം എവിടെ? അല്ലാത്തൊക്കെ വെറും പാട്ട്, ബുദ്ധിയുടെ പാട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവന്റെ പുത്രനോട് അനുരൂപരായി തീരുന്നതാണ് പ്രീ ഡെസ്റ്റിനേഷൻ. ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്നതല്ല. ഓരോരോ പരിശോധനകളിലും ഓരോരോ ടെംപ്ടേഷനുകളിലും ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ച്, അതിനിടയ്ക്ക് നമ്മുടെ ഒരു ഗെത്സമന നമുക്കുണ്ടാകും. കർത്താവിന്റെ പുനരുദ്ധാനം നടന്നപ്പോഴാണ് ഗെത്സമന തോട്ടം തുടങ്ങി. നിന്ദിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഓടിപ്പോയി ഒറ്റയ്ക്ക്. ഒരു പക്ഷെ നിങ്ങളുടെ കൂട്ടു സഹോദരന്മാർ കൂടെ ഉണ്ടാവില്ല. നിങ്ങളെ നടത്തുന്ന പാസ്റ്റർ കുടുംബത്തിൽ നേരെ ഉണ്ടാവില്ല. പക്ഷെ യു ഹാവ് ടു പ്രൂവ് യുവർ ഫെയ്ത്ത്. ക്രിസ്തുവിലുള്ള ആശ്രയം പ്രൂവ് ചെയ്യണം. നിന്നോട് കൂടെ ഭരിപ്പാൻ തയ്യാറാണെന്ന പത്രോസ് മാത്രമല്ല പറഞ്ഞത്, എല്ലാവരും കൂടെ പറഞ്ഞു. അവരെല്ലാം ഓടിപ്പോയി, കാരണം അവർ ബലഹീനതയാണ്. നേരത്തെ സെക്കൻഡ് പ്രവാചകൻ കൂടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇടയനെ വിട്ട് മാടുകൾ ചിതറിപ്പോകും. ഒറ്റയ്ക്ക് നിന്ന പരിഹാസം, ഉപദ്രവങ്ങള്, ക്രൂശ് വഹിക്കണം. മഹാപുരോഹിതന്മാര് വിധിക്കുന്നു. ആരുടെ രക്ഷയ്ക്ക് വേണ്ടി വരുന്നോ
മുഖത്ത് തുപ്പുന്നു, കണ്ണുകെട്ടി പ്രവചിക്കാന്ന് പറയുന്നു. ഈ വക എല്ലാം കഴിഞ്ഞ് ക്രൂശിക്കപ്പെട്ട് താൻ തന്നെ ക്രൂശ് ചുമന്നുകൊണ്ട് ഗോൽഗുത്തയ്ക്ക് പോകണം. ക്രൂശ് എടുത്താൽ പിന്നെ ലക്ഷ്യം ഗോൽഗുത്തയാണ്. ഈ ക്രൂശ് എടുക്കാത്തവർക്കാണ് ഈ ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് നോക്കുന്നത്. ക്രൂശ് തോളിൽ വന്നാൽ പിന്നെ ലക്ഷ്യം ഗെത്സമനെയാണ്. അങ്ങനെ മരണം കഴിഞ്ഞ് അടക്കം കഴിയുമ്പോൾ, നമ്മുടെ സെൽഫിന്റെ അടക്കം കഴിയുമ്പോഴാണ് പിന്നീടാണ് പുനരുത്ഥാനം വരുന്നത്. ഞാൻ പറഞ്ഞ ലാംഗ്വേജ് മനസ്സിലാകുന്നുണ്ടോ? അവന്റെ പുത്രനോട് അനുരൂപരായി തീരണമെങ്കിൽ ഈ ഗെത്സമനെ തുടങ്ങി ഈ കല്ലറ വരയ്ക്കുള്ള മാർഗിൽ കൂടെ നാം പോയി നമ്മുടെ സെൽഫ് അടക്കം ചെയ്യപ്പെടണം. ഈ സെൽഫ് ക്രൂസിഫൈഡായി സെൽഫ് അടക്കം ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവ് ഉയർത്തെന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ പുനരുദ്ധാര ശക്തി നിങ്ങൾ വെളിപ്പെടുത്തുകയും പുത്രനോട് അനുരൂപരായി തീരുകയുള്ളൂ. ഇച്ചിരി വില കൊടുക്കേണ്ട കാര്യമാണ്. അതാണ് പറഞ്ഞത്. റോമാലേഖനം 8-ാം അധ്യായം തുടങ്ങിക്കഴിഞ്ഞാൽ വിശ്വാസികൾക്കുള്ളതാണ്. അതിനിടയ്ക്ക് നമ്മുടെ ചിന്തകളും നമ്മുടെ ആശ്രയങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്നത് മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്വീകരിച്ചിരിക്കുന്നു. ഈ പ്രക്രിയയാണ് ഞാൻ പറയുന്നത്. റോമൻ ലേഖനം എഴുതുമ്പോൾ റോമിലുള്ള സഭ ഓൾറെഡി ഈ പക്വതയിൽ എത്തിയവരാ. അതുകൊണ്ടാണ് അവർ അത്രമാത്രം ഉപദ്രവങ്ങൾ വന്നിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റിയത്. കാരണം എന്താ? അകത്ത് വസിക്കുന്നവൻ മരണത്തെ ജയിച്ചവനാ. അകത്ത് വസിക്കുന്നവൻ ഉയർത്തെഴുന്നേറ്റവനാ. പിന്നെ അവന് മരണമില്ല. ഈ ശരീരത്തിൽ വേർപെടേണ്ടി വന്ന ഏതെങ്കിലും രീതിയിൽ വേർപെടേണ്ടി വന്നാലും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. അത് അവർക്ക് പ്രാക്ടിക്കലായിട്ട് അനുഭവം വന്നു. അതുകൊണ്ടാണ് പോൾ പറയുന്നത് മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്വീകരിച്ചും ഇരിക്കുന്നു. അപ്പൊ തേജസ്വീകരണം പൂർത്തിയാകാത്തോടത്തോളം ദൈവത്തിന് നമ്മളെ നീതീകരിക്കാൻ സാധ്യമല്ല. നീതീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈൻ ആയിരിക്കുന്ന, പൂർണ്ണ പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധി നിൽപ്പാൻ നമ്മൾ യോഗ്യരായി തീരുക. അതിന് യോഗ്യനാമേ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു മാത്രമേ ഉള്ളൂ. അവനിൽ നാം പരിപൂർണരാണെങ്കിൽ ഇപ്പോഴും എന്നും നമുക്ക് പറയാൻ സാധിക്കും, ഞാൻ നീതീകരിക്കപ്പെട്ടവനാ, ഞാൻ തേജസ്വീകരിക്കപ്പെട്ടവനാ. അല്ലാത്തോടത്തോളം വേ ആർ ഓൺ ദ വേ. ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ പുനരുദ്ധാന ശക്തി നമുക്ക് ലഭിക്കണമെങ്കിൽ അനേക ഉപദേശങ്ങളിൽ കൂടെ, ക്ലാസ്സുകളിൽ കൂടെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള മലാക്കി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങി 5 വരെയുള്ള വാക്യങ്ങൾ എടുത്തുകൊണ്ടൊക്കെ ഞാൻ പറയും ചെയ്തിട്ടുണ്ട്. പുസ്തകങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അവൻ വരുമ്പോൾ ആർ സഹിച്ചു നിൽക്കും? അവൻ ഊതി കഴിക്കുന്നവൻ്റെ തീ പോലെയും അലക്കുകാരൻ്റെ ചാരവെള്ളം പോലെ ഇരുന്നു കൊണ്ട് ശുദ്ധീകരിക്കണമെങ്കിൽ നാം മോറൽ ഏജൻ്റ് ആയിരിക്കുന്നിടത്തോളം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നതായിട്ടുള്ള നമ്മുടെ സെൽഫിൻ്റെ ഇൻട്രസ്റ്റ് ക്രൂസിഫൈ ചെയ്ത് അടക്കം ചെയ്യണം. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ സോളിലേക്ക് ഉയർത്തെഴുന്നേറ്റാണ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു. ഏതൊരു പ്രതികൂലമായിക്കോട്ടെ നമ്മുടെ മുമ്പിൽ നിന്ന് വാണിഷാവും. മരണമായിക്കോട്ടെ, പാതാളമായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, ഏതെല്ലാം പീഡന ഉപദ്രവങ്ങളായിക്കോട്ടെ, ദുഷ്ടാത്മസേനകളായിക്കോട്ടെ, നിങ്ങൾക്ക് സ്വയമായിട്ട് അതിന് ജയിപ്പാൻ സാധ്യമല്ലെന്ന് കർത്താവ് വെളിപ്പെടുത്തി തരും. അപ്പോൾ ഇന്നത്തെ ഉപദേശത്തിൽ കൂടെ, ക്ലാസ്സിൽ കൂടെ സ്ഥാപിക്കുന്നത് പ്രീ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ മുൻ അറിഞ്ഞവർ, മുൻ നിയമിക്കപ്പെട്ടവർ എല്ലാവരും തന്നെയാണ്. പക്ഷെ നാം വിളിക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ തേജസ്വീകരണം, നീതീകരണം, ഇവ കാര്യങ്ങൾ നടക്കുന്നത്. ഇതിന് ശരിയായ പാഠങ്ങൾ കിട്ടാത്തത് കൊണ്ട് മനുഷ്യർ പല പല വിധത്തിലൊക്കെ ചിന്തിച്ചു പോവുകയാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഒരു ഗെത്സമനയുടെ അനുഭവത്തിൽ കൂടെ പോയി ആ എഴുതുവിനോട് അറിയാമല്ലോ, അവിടെ ഇവിടേക്ക് മാറി മാറി വിധിക്കപ്പെട്ടു. ആ സന്ധ്യ തുടങ്ങി, തന്നെ പിടിക്കുന്ന സന്ധ്യ തുടങ്ങി ആമേ താൻ ക്രൂശിലാകുന്നവരേക്കും. അതിനുശേഷം തൻ്റെ പ്രാണനാത്മ പാതാളത്തിൽ പോകും. നമ്മുടെ പ്രാണനാത്മ പാതാളത്തിൽ പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ സെൽഫിൻ്റെ ക്രൂസിഫിക്ഷൻ, നമ്മുടെ സെൽഫിൻ്റെ അടക്കം നടക്കുവോളം പല പല മാർഗങ്ങൾ നാം ചിന്തിച്ചു നോക്കും. അതിനേക്കാളും നല്ലത് ലോർഡ് എനിക്ക് മനസ്സിലായി ഞാൻ വീക്കാണ്, ഞാൻ നിന്നിൽ മാത്രം ആശ്രയിക്കുന്നു. നമുക്ക് പല പല ചിന്തകളും വരും, പല പല ചിന്തകളും ശത്രു കൊണ്ടിടും. അവിടേക്ക് ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തു ഞാൻ ആശ്രയിക്കുന്നു. എന്നെ വിളിച്ചവൻ എന്നെ കൈവിടുന്നവനല്ല. പിതാവ് ആകർഷിച്ച് ഞാൻ പുത്രൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു
എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്, അവൻ നൽകിയിരിക്കുന്നത്. അപ്പോൾ ശത്രു തീയുമ്പോൾ കൊണ്ടിടുമ്പോൾ നേരെ ഓപ്പോസിറ്റ് വചനങ്ങൾ കൊണ്ട് തന്നെ ജയിക്കണം. ഒരുത്ത ശക്തിക്ക് വേണ്ടി ചോദിക്കണം, കർത്താവ് എനിക്ക് ഓർക്കം ചെയ്യാൻ എന്നെ കൊണ്ട് സാധ്യമല്ല, ഐ നീഡ് ദ പവർ ഫ്രം ദ ഹൈ. ഉയരത്തിലുള്ള ശക്തി എനിക്ക് വേണം. അതിനാണ് എന്നേക്കും നമ്മോട് കൂടിയിരിക്കാൻ മറ്റൊരു കാര്യസ്ഥരായി പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്. ലീഗലായിട്ട് ഒരു വക്കീൽ വാദിക്കുന്നത് പോലെ നിയമം അറിയുന്നവനായ, ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യർ കേസുണ്ടായ വിശ്വാസികളുടെ കാര്യമല്ലെന്ന് വിചാരിക്കാം, നല്ല നിയമപരിജ്ഞാനമുള്ളൊരു വക്കീലിനെ സമീപിക്കുന്നവൻ നിയമം അറിഞ്ഞുകൊണ്ട് തന്നെ അവന് വേണ്ടി വാദിച്ച് അവന് ജയിക്കും. അത് നിയമം ശരിക്കും അറിയാത്തൊരു വക്കീലിൻ്റെ അടുത്ത് ചിലപ്പോൾ പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാവും, പക്ഷെ നിയമത്തിൻ്റെ സകല കാര്യങ്ങളും അറിയാത്തൊരു വക്കീലിൻ്റെ അടുത്ത് പോയാലോ അവൻ പരാജയപ്പെടും. അത് ആ ഒരു അർത്ഥത്തിലാണ് പറയുന്നത്. മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ദൈവിക നീതിയുടെ സകല ഡിമാൻഡ്സും പറയുന്നത്. ഉയർത്തെന്ന് ക്രിസ്തു നമ്മോട് കൂടിയിരുന്നാൽ എങ്ങനെയിരിക്കും, അതേപോലെ ദൈവിക നീതി പൂർണ്ണമായിട്ടും അറിയുന്ന, ദൈവിക ഭരണകൂടത്തിൻ്റെ വ്യവസ്ഥകൾ പൂർണ്ണമായിട്ടും അറിയുന്ന, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ കഴിവുള്ളവനായ പരിശുദ്ധാത്മാവിനെയാണ് എന്നേക്കും നമ്മുടെ കൂടിയിരിപ്പം നൽകിയിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഡ്യൂട്ടി തന്നെയല്ല വെളിപ്പെടുത്തുന്നത്, നമ്മുടെ കുറവുകളെയും അത് ഉപേക്ഷിക്കാൻ തയ്യാറാകണമെങ്കിൽ ഉയർത്തെന്നവനെ ക്രിസ്തുവിനെ നമ്മുടെ സോളിൽ വെളിപ്പെടുത്തി പുത്രനോട് അനുരൂപരാക്കി തീർക്കും. ഇതിന് ഏൽപ്പിച്ചു കൊടുത്താൽ, ഏൽപ്പിക്കാൻ മാത്രമല്ല, അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ ലോർഡ് എനിക്ക് മനസ്സിലായി എൻ്റെ ബലഹീനത, പ്ലീസ് ഹെൽപ്പ് മീ, നിന്നെ കൂടാതെ എനിക്ക് രക്ഷ സാധ്യമല്ല, നിന്നെ കൂടാതെ എനിക്കിതിൽ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ സാധ്യമല്ല. കഴിഞ്ഞ നാളത്തെ ഒരു ചിന്തിക്കേണ്ട, ലോർഡ് പ്ലീസ് ഹെൽപ്പ് മീ, ഉയർത്തെന്നിട്ടവരെ ക്രിസ്തു ഞാൻ ആശ്രയിക്കുന്നു, അവിടെ നമുക്ക് ജയമുണ്ട്. ഇന്ന് വെറുതെ പറയുന്നതല്ല, നിങ്ങളുടെ സോളിൽ അത് വെളിപ്പെടും. നിങ്ങളുടെ സോളിൽ അത് വെളിപ്പെടുകയും നിങ്ങൾ അനുഭവിക്കുന്ന മാറി മധുരമായി തരും. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വലിയ ചെങ്കടൽ മാറുന്നത് നിങ്ങളുടെ സോളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെ നിങ്ങൾക്ക് ധൈര്യം കിട്ടും. ഏത് പ്രതികൂലം വന്നാലും വിഷയമല്ല, നിങ്ങൾക്ക് ധൈര്യം നിങ്ങൾ പറയുന്നതല്ല, നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ആ രണ്ട് ഡിഫറൻസും, തിയററ്റിക്കലായിട്ട് വിശ്വസിക്കുന്ന ഇൻ്റലക്ച്വൽ ഫെയ്ത്ത് എന്ന് പറയുന്നതും സേവിങ് ഫെയ്ത്ത് എന്ന് പറയുന്നത് രണ്ട് കാര്യമാണ്. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കയ്പും മധുരം പോലെ നേരെ ഓപ്പോസിറ്റാണ്. ഇതിനു വേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് ഈ വചനം ഞങ്ങൾ നിവൃത്തിയാകട്ടെ എന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമല്ല, അതിൽ കൂടെ നടത്തുമ്പോൾ അവന് മാത്രം ശരണം പ്രാപിക്കുക. ദൈവമായ കർത്താവ് ഈ വചനങ്ങളെ നിങ്ങളെ ശക്തീകരിക്കട്ടെ, പുത്രനോട് അനുരൂപരായി തിരുവനന്തപുരം നിങ്ങളെ സഹായിക്കട്ടെ, ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ ഈ എപ്പിസോഡിൽ നിന്ന് വിരമിക്കുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധ നെറ്റിനുമായ ദൈവമേ സ്വർഗീയ പിതാവേ, ഈ ശബ്ദം കേട്ട ഇനി യൂട്യൂബിൽ കൂടെ കേൾക്കുന്ന ജനത്തെയും കർത്താവേ, നീ സ്നേഹത്തിനോടുകൂടെ ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ ദൈവമേ, നീ വെളിപ്പെടുത്തി തന്നല്ലാതെ പുത്രൻ്റെ പുനരുദ്ധാര ശക്തി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഞങ്ങളുടെ ബലഹീനത കവിയുന്ന കൃപ കൊണ്ട് ഈ ജനത്തെ അനുഗ്രഹിക്കുമാറാകണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ നിന്റെ നാമത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. താങ്ക് യു.